ഹായ്, സ്നേഹവന്ദനം എല്ലാവർക്കും കേട്ടോ. സമാധാനത്തിൻ്റെ ദൈവത്തോടിരിക്കുക. എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കാണ് ദൈവത്തിന് ഇഷ്ടം. ഒരാളുടെ ഹൃദയം കലങ്ങിപ്പോരുത്, ഒന്നിലും നിങ്ങൾ ഭ്രമിച്ചു പോകരുത്. ഈ ലോകത്ത് നടക്കുന്ന എന്ത് വന്നാലും അതിൽ ഭ്രമിക്കുകയും വരുത്, നിങ്ങൾ ഹൃദയം കലങ്ങിപ്പോകരുതെന്ന് പറഞ്ഞത്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ വിശുദ്ധത്തിൻ്റെ നാമത്തിൽ നമ്മൾ ജീവിക്കണം. നമുക്ക് നല്ലത് മാത്രമേ ദൈവം നമുക്ക് തരുള്ളൂ. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. അവൻ തരുമെന്ന് പറഞ്ഞാൽ തന്നിരിക്കും. ദൈവത്തിൻ്റെ നാമത്തിൽ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവാൻ, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളെ നാളറിഞ്ഞ് ചെയ്യുമ്പോൾ നമ്മുടെ ദൈവം പറയുന്നുണ്ട്, ജ്ഞാനികളുടെ കൂടെ നടക്കുക, നീയും ജ്ഞാനിയാവും. ഭോഷന്മാർക്ക് കൂട്ടാളിയവനോ വ്യസനിക്കേണ്ടി വരും. അത് പറയാൻ കാരണം, ജ്ഞാനികളുടെ കൂടെ നീയും നടക്കുന്ന ദൈവം മാത്രമേ ജ്ഞാനിയുള്ളൂ. ഭോഷന്മാരാണ് മനുഷ്യർ മുഴുവനും. സ്വന്തം ചിന്തയിലും സ്വന്തം നിരൂപണത്തിലും സ്വന്തം കാര്യം നടത്തുവാനും മാത്രമാണ് ദൈവം പഠിപ്പിക്കുന്നത്. പക്ഷെ അതല്ല ദൈവത്തിന് വേണ്ടത്. നമ്മൾ ഒരമ്മ പെറ്റ മക്കളെ പോലെ എല്ലാവരും ആവണം. ആ പരസ്പരം സ്നേഹിക്കണം. നമ്മളെല്ലാം ഒരേ അവയവങ്ങളാണെന്നും നമ്മൾ ഒരേ ഹൃദയത്തിൽ നന്മയോടെ വിശുദ്ധോടെ ജീവിക്കണമെന്നും അവിടെ ഒരു അറപ്പും വെറുപ്പും ആരോട് തോന്നരുതെന്നും ദൈവം പറഞ്ഞത്. അപ്പം നമ്മൾ സന്തോഷത്തെ കാണാം. ദൈവം എത്രയോ നമുക്ക് വേണ്ടി ബലി കൊടുത്തപ്പോൾ ക്രൂശിലേക്ക് ദൈവത്തിന് നോക്കുമ്പോൾ നമുക്ക് അവിടെ എന്താ നമുക്ക് ചെയ്യാനുള്ളത്? ദൈവം നമുക്ക് ഈ തന്ന ജീവിതം പുണ്യമായൊരു ജീവിതമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തെ നമുക്ക് വർണ്ണിച്ചു കൊടുക്കാനും അത് ജീവിച്ച് കാണിച്ചു കൊടുക്കാനും ദൈവം തന്ന ഒരു അവസരം ഒരിക്കലും ആരും നഷ്ടപ്പെടുത്തരുത്. നമ്മൾ തന്നിഷ്ടം നടത്തുമ്പോൾ, കാരണം ഒരു പശുവിന് മൂക്കയറ് കിട്ടുന്നതിനാണ്, അതിനെ നിയന്ത്രിക്കാൻ ആരാണ് ചെയ്യുന്നത്? അതിൻ്റെ യജമാനൻ. അതുപോലെ നമ്മളെ മനുഷ്യരും അങ്ങനെയാണ്. പല സ്വന്തം നിരൂപണത്തിനും സ്വന്തം ഇഷ്ടത്തിനും ഒന്നിനും പേടിയില്ലാതെ നടക്കുമ്പോൾ നമ്മളെ നിയന്ത്രിക്കുന്ന ദൈവത്തിനോട് കൂടി ചേരുമ്പോൾ അവിടെ ദൈവജ്ഞാനിയാക്കി തരികയാണ് നമ്മൾ ചെയ്യുന്നത്. ആ ജ്ഞാനം നമ്മൾ ദൈവത്തോട് ചോദിക്കുമ്പോഴാണ് ദൈവം പറഞ്ഞത്, ജ്ഞാനികളുടെ കൂടെ നടക്കുക, നീയും ജ്ഞാനിയാവുന്നു. അല്ലാതെ നമ്മൾ ഭോഷന്മാരുടെ കൂട്ടാണ് നമ്മൾ നമ്മൾ മരണത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. നമ്മൾ പൈശാചിക ചിന്ത. നമ്മൾ എത്ര ഓടിയാലും നമുക്ക് മതിയാവില്ല. എന്ത് ഓടിയാലും നമ്മൾ അവസാനം ഓടുന്നതോ ഒന്നുമില്ലാതെ നമ്മൾ അലുത്തു പോകുന്നു. പക്ഷെ നമ്മൾ ദൈവത്തിനോട് ചേർന്ന് നമ്മൾ ദൈവത്തോട് നിത്യം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളെ ആത്മാവിനെ ശക്തിപ്പെടുത്തി നമ്മളെ പുതുജീവനാക്കി മാറ്റുമ്പോൾ ഓരോ ദിവസവും നമുക്ക് നന്മയിലേക്ക് വിശുദ്ധിയിലേക്ക് നടത്താനാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. ആ അന്ധകാരത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ച് ദൈവത്തിൻ്റെ പ്രകാശത്തിലേക്ക് നയിക്കാനാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. അത് എൻ്റെ വചനം നിൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ആ ദൈവത്തിൻ്റെ വചനം എന്നും നമുക്ക് കാലിന് ദീപമാണ്, നമ്മളെ പാതകളെ നേരെയാക്കുന്നതാണ്. അവിടെ നമുക്ക് എന്തില്ല വിഷമിക്കാനോ നമുക്ക് ആരെക്കുറിച്ച് ചിന്തിക്കാനോ ഒന്നും സമയം ഉണ്ടാകും. ദൈവത്തിന് നേരെ ചിന്തിക്കും, ദൈവം നമുക്ക് വഴിയൊരുക്കും. ഞാൻ നിനക്ക് മുമ്പായി ഒരു ദൂതനയക്കും, ഞാൻ നിൻ്റെ മുമ്പായി ഒരു വഴി